അവരന്വേഷിക്കട്ടെ, അന്വേഷിച്ച് ജയിലിൽ അടയ്ക്കുന്നെങ്കിൽ അടയ്ക്കട്ടെ. ഞാനാണ് വീണ എസ് പിള്ള. ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവര് മെസ്സഞ്ചറിൽ ചുമ്മാ മെസ്സേജ് സൂചന എന്നോട് പറഞ്ഞു, വാവുട്ടെ അത് നിർത്തിക്കോണം. എന്തിനാ വാവുട്ടെ നിർത്തിക്കോണം? അന്ന് ഞാൻ ബ്ലോക്ക് ചെയ്ത, അന്ന് തന്നെ ഞാൻ ബ്ലോക്ക് ചെയ്താ. എന്ത് ഹായ് കാലം. അപ്പോൾ എന്നെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. രേഷ്മ തങ്കച്ചൻ അല്ലെങ്കിൽ രേണു സുധി. സുധിയുടെ വൈഫാണ് ഞാൻ. കാരണം ഇത് ലീഗലി എന്നെ മാത്രമേ സുധി ചേട്ടൻ കല്യാണം കഴിച്ചിട്ടുള്ളൂ. അതിന്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. രേണു സുധി ഇത് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിങ്ങനെ ലൈവ് വന്നത്. അച്ഛൻ്റെ കുറെ ന്യൂസ് എല്ലാവരും ഇപ്പൊ കേട്ട് കാണും. നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നൊരു ഫാമിലി അടിച്ച് തകർത്ത ഒരാളെ നമ്മൾ പിന്നെയും കുണുകുണ അവർക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമോ? ഹലോ, ഐ ആം മുകേഷ് യാദവ് മാധവ്. എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, കൊല്ലം സുധിയുടെ രണ്ടാമത്തെ ഭാര്യ ആര്? നമ്മുടെ മുന്നിൽ രേണു സുധി വന്ന് പറഞ്ഞിരിക്കുന്നത് രേണു സുധിയാണ് കൊല്ലം സുധിയുടെ രണ്ടാമത്തെ ഭാര്യ എന്നാണ്. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ. ഞാനായിരുന്നു കൊല്ലം സുധിയുടെ രണ്ടാമത്തെ ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് വീണ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് വന്നിരിക്കുന്നത്. അതിനുശേഷം വിവാദങ്ങളായി, അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും സോഷ്യൽ മീഡിയയിലൂടെ പരസ്പരം വാക്കുതർക്കങ്ങളായി. ഒരാൾ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നു, മറ്റേ ആൾ വോയിസ് പുറത്തുവിടുന്നു. ഇവിടെ വീണ എന്ന് പറയുന്ന ഈ ആർട്ടിസ്റ്റിനെ കുറ്റപ്പെടുത്തിയിരുന്നത് ഇവർ മുഖം കാണിക്കാതെയാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ജെന്യുവിനിറ്റിയാണ് ഉള്ളതെന്നാണ് പലരും ചോദിച്ചിരുന്നത്. പക്ഷെ അടുത്തിടെയായിട്ടാണ് നമ്മൾ അറിഞ്ഞത് വീണ രേണു സുധിക്കേരെ കംപ്ലൈന്റ് കൊടുത്തു എന്ന്. അതായത് രേഷ്മ എന്ന് പറയുന്ന വ്യക്തിക്കേരെ കംപ്ലൈന്റ് കൊടുത്തു എന്ന്. അപ്പോഴും തന്റെ മുഖം സോഷ്യൽ മീഡിയയിലൂടെ കാണിക്കാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അവസാനം അവർ മുഖം കാണിച്ചുകൊണ്ട് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. അതും രേണു സുധിക്കേരെ കടുത്ത ആരോപണങ്ങളുമായിട്ടാണ് വരുന്നത്. എന്തായാലും ഇപ്പോൾ പലരും പറയുന്നത് സഹായിച്ചവരെ ദുഃഖിപ്പിക്കേണ്ട അവസ്ഥ വന്നു രേണുവിന്, അതുകൊണ്ട് കിട്ടിയതാണ് ഈ പണിയെന്നാണ് പറയുന്നത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ പണിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ പണി തന്നെയാണ്. കാരണം ഈ വീണ എന്ന് പറയുന്ന വ്യക്തിക്ക് അതിൻ്റെതായ തെളിവുകൾ ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കാം പോലീസ് കേസെടുത്തതും. അതുകൊണ്ട് തന്നെ ആക്ഷേപിച്ചു അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ അപമാനപ്പെടുത്തുന്ന ചർച്ചകൾ ഉണ്ടായി എന്നുള്ളതെല്ലാം നിലനിൽക്കുന്ന കാര്യമാണ്. ഒരുപക്ഷെ ഈ കേസിന്റെ കാര്യം രേഷ്മ അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും കൊല്ലം സുധിയുടെ രണ്ടാമത്തെ ഭാര്യയ്ക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാനാണ് വീണ എസ് പിള്ള. ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഇത്രയും ഒരു ആർട്ടിസ്റ്റ് ലെവലിൽ വന്നൊരാളല്ല. അപ്പോൾ എന്നെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. രേഷ്മ തങ്കച്ചൻ അല്ലെങ്കിൽ രേണു സുധി. ഇത് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിങ്ങനെ ലൈവ് വന്നത്. കുറേ ആൾക്കാർ എന്നെ കോണ്ടാക്ട് ചെയ്തു. ഞാൻ വീട്ടിലായതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. വീട്ടിൽ അമ്മയും മോനും ഒക്കെ ആയിട്ടുള്ള ഒരു സംസാരവും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഞാനൊന്നും വിശദീകരിക്കുന്നില്ല. നിങ്ങളാരും പൊട്ടന്മാരല്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ലായിരിക്കും. അതായത് ഈ വീണ പറഞ്ഞതിന് ഒരു അർത്ഥമുണ്ട്. കാരണം രേഷ്മ എന്ന് പറയുന്ന വ്യക്തി ഇതിനു മുമ്പ് പറഞ്ഞു നടന്നിരുന്നത് വീണയെ അറിയത്തുപോലും ഇല്ലായിരുന്നതാണ്. ഇങ്ങനെ ആളെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല, എന്നോട് ചോദിക്കരുത് എന്നൊക്കെയായിരുന്നു ഇന്റർവ്യൂവിൽ പറയുന്നത്. എന്നാൽ അവസാനം കൊടുത്ത ഇന്റർവ്യൂവിൽ രേഷ്മ പറയുന്നുണ്ട് അവരുമായിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ രേഷ്മ ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം തെറ്റായി മാറുകയാണ്. ഒരുപക്ഷെ രേഷ്മ എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ അവരുടെ കരിയറിനെ ബാധിക്കാം, ഇല്ലെങ്കിൽ അവരോട് ഇഷ്ടമുള്ളവർക്ക് അത് നെഗറ്റീവായിട്ട് തോന്നാം. പലരും വിമർശിച്ചെന്നും വരിക്കും. ഒരുപക്ഷെ അന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ എനിക്കറിയാം അവരെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ വിഷയങ്ങൾ ഉണ്ടാവത്തില്ലായിരുന്നു. ഇതെനിക്ക് അവരെ അറിയത്ത് പോലുമില്ല, ആരാണെന്ന് പോലും അറിയത്തില്ല, കൊല്ലം സുധിയുടെ രണ്ടാമത്തെ ഭാര്യ ഞാനാണ്, ഇതാണ് റെക്കോർഡ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുമ്പോൾ ആളുകൾ കുറേ പേര് രേഷ്മയെ വിശ്വസിച്ചിരുന്നു. എന്നാൽ അത് തെറ്റാണെന്ന് തെളിയിക്കുന്ന രേഖകളുമായിട്ടാണ് വീണയും വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഇപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. രേഷ്മ എന്ന് പറയുന്ന രേണുവിൻ്റെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ എന്ന് വീണ തന്നെ പറഞ്ഞു വയ്ക്കുന്നത്. ഒരുപക്ഷെ ഈ സമയത്ത് വീണ്ടും ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനൊരു ചർച്ചയും കൂടെ വരുമ്പോൾ അത് രേഷ്മ എന്ന് പറയുന്ന രേണു സുധിയെ നല്ല രീതിയിൽ ബാധിക്കുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ഇവിടെ രേണു എന്ന് പറയുന്ന വ്യക്തിയുടെ ജെന്യുവിനിറ്റിയാണ് നഷ്ടപ്പെടുന്നത്. കാരണം അന്ന് അറിയില്ല എന്ന് പറയുകയും ഇന്ന് അറിയാമെന്ന് പറയുകയും ചാറ്റ് ചെയ്തപ്പോൾ കൊല്ലം സുധി വിലക്കി എന്നൊക്കെ പറയുമ്പോൾ അത് അന്ന് രേഷ്മ കള്ളം പറഞ്ഞതല്ലേ എന്ന് ചോദ്യങ്ങളുണ്ടാവും, വിമർശനങ്ങളുണ്ടാവും. അത് തന്നെയാണ് ഇവിടെ വീണയും പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും രേഷ്മ വീണയെക്കുറിച്ച് അന്ന് പറഞ്ഞത് എന്താണെന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാവും. അച്ഛൻ്റെ കുറെ ന്യൂസ് എല്ലാവരും ഇപ്പൊ കേട്ട് കാണും. ഇത് കാണിക്കേണ്ട വന്ന് ഇത് കാണിക്കാതിരിക്കുവായിരുന്നു. ഇത്ര നാൾ പറച്ചിൽ മാത്രമേ ഉള്ളായിരുന്നു. ഇത് എനിക്ക് കാണിക്കേണ്ട വന്ന്. എനിക്കറിയാനുള്ളത് എനിക്കറിയാം എൻ്റെ അച്ഛന്, പിന്നെ അച്ഛനെ അറിയാവുന്നവർക്കും അറിയാം അച്ഛന്. അത്രേ ഉള്ളൂ. എനിക്കിപ്പം ആ ഒരു ഇന്റർവ്യൂ വീണ്ടും ഇനി കുത്തിപ്പൊക്കി ഒരു സംഭവമാക്കണമെന്ന് എനിക്ക്. സുധിയുടെ വൈഫാണ് ഞാൻ. കാരണം ഇത് ലീഗലി എന്നെ മാത്രമേ സുധി ചേട്ടൻ കല്യാണം കഴിച്ചിട്ടുള്ളൂ. അതിന്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. ഇനി രേഷ്മ എന്ന് പറയുന്ന രേണു ഇന്ന് വീണയെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് കൂടി കേട്ട് കഴിഞ്ഞാൽ കാര്യങ്ങൾക്കൊരു വ്യക്തത വരും. അതായത് രേണു ഇതുവരെ പറഞ്ഞത് ശരിയല്ല എന്നായി പോകും. എന്തായാലും അതും കൂടെ ഒന്ന് കണ്ടുനോക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇവര് മെസ്സഞ്ചറിൽ ചുമ്മാ മെസ്സേജ് സൂചന എന്നോട് പറഞ്ഞു, വാവുട്ടെ അത് നിർത്തിക്കോണം. എന്തിനാ വാവുട്ടെ നിർത്തിക്കോണം? അന്ന് ഞാൻ ബ്ലോക്ക് ചെയ്ത, അന്ന് തന്നെ ഞാൻ ബ്ലോക്ക് ചെയ്താ. എന്ത് ഹായ് കാലം, ആരാ എന്താ അന്നേരം ബ്ലോക്ക് ചെയ്ത. പിന്നെ ഞാൻ എന്തിനാണ് മെസ്സേജ് അയക്കുന്നത്? ഇത് കേൾക്കുമ്പോൾ എന്തായാലും ആളുകൾ ചിന്തിക്കും, എന്തിനിങ്ങനെ പറഞ്ഞു? ഇത് മുൻകൂട്ടി നിങ്ങൾ സമ്മതിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമായിരുന്നു. ഒരുപക്ഷെ കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തി രണ്ടാമത് വേറൊരാളെ കല്യാണം കഴിച്ചു എന്നിരുന്നാൽ തന്നെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്?
അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫ്, അദ്ദേഹം ആരെ കല്യാണം കഴിക്കണം കല്യാണം കഴിക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് അദ്ദേഹമാണ്. അതിവിടെ ഒരു വലിയ കുറ്റമൊന്നുമല്ല. ഇവിടെ രണ്ടാമത് കല്യാണം കഴിച്ച് തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധത്തോടെ പറയുന്നതാണ് ഇവിടെ വിഷയങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ വീണ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് പറയും? വീണ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനെ അറിയാവുന്ന പല ആർട്ടിസ്റ്റുകളും ഇവിടെ ഇപ്പോഴും സജീവമാണ്. അപ്പോൾ അവരുടെ ചോദ്യങ്ങൾ എന്തായാലും വീണയ്ക്കേറെ വരാം. എന്താണ് വീണ ഈ കേൾക്കുന്നത്? രേഷ്മ പറയുന്നത് അവരെയാണ് രണ്ടാമത് കല്യാണം കഴിച്ചത്, താങ്കളെ അല്ല കഴിച്ചതെന്ന് പറയുമ്പോൾ താങ്കൾ ഇതിനു മുമ്പ് കൊല്ലം സുധിയുടെ കൂടെ ജീവിച്ചത് ലിവിങ് ടുഗദർ ആയിട്ടായിരുന്നോ എന്നുള്ള ചോദ്യം വീണയ്ക്ക് കേൾക്കേണ്ടി വരും. അതുപോലെ തന്നെ വീണ താൻ കല്യാണം കഴിച്ചിരുന്നു സുധിയെ എന്ന് പറയുന്നത് പലരും തെറ്റായിട്ട് ചിന്തിക്കാം. അതുപോലെ തന്നെ വീണയെ അറിയാവുന്നവരെല്ലാം ഇങ്ങനെയുള്ള ചോദ്യം ഉന്നയിക്കും. നിങ്ങൾ ലീഗലി മാരേജ് ചെയ്തില്ലായിരുന്നോ? ഇതുവരെ വീണ പറഞ്ഞത് തെറ്റായിരുന്നോ എന്നുള്ള ചോദ്യങ്ങൾ വരും. അത് ചിലപ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ സഹിക്കാൻ കഴിയാത്തതായി വരും. ഇതേ അവസ്ഥ തന്നെയാണ് എലിസബത്തിനും ഉണ്ടായിരിക്കുന്നത്. ഇന്ന് എലിസബത്ത് എങ്ങനെ പ്രതികരിക്കുന്നു അതുപോലെ തന്നെയാണ് വീണയും പ്രതികരിക്കുന്നത്. പക്ഷേ വീണ പോരാടുന്നത് തൻ്റെ മുൻ ഭർത്താവിൻ്റെ ഇപ്പോഴത്തെ ഭാര്യയോടാണെന്ന് മാത്രം. എന്തായാലും വീണ എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടൊന്ന് കേട്ടു നോക്കാം. എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക. ഞാനൊരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് കാവനാട് പോലീസ് സ്റ്റേഷനിൽ. ഇപ്പോൾ പുള്ളിക്കാരത്തെ വിളിച്ചിട്ടുണ്ടെന്ന് സാർ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അതെന്തായെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, അറിയാത്തവർക്കായിട്ടാണ്. പിന്നെ എന്നെ കുറേ ആൾക്കാർ ഭയങ്കര മോശമായിട്ട് കമൻസുകളൊക്കെ വരുന്നുണ്ട്. നീ ആരാടി മറ്റേ മോളെ മറിച്ച മോളെ, പിന്നെ നിനക്ക് വെളിയിലേക്ക് വരാൻ പറ്റാത്തത് എന്താണ്, നീ എന്തുകൊണ്ട് വെളിയിലേക്ക് വരുന്നില്ല? ഞാൻ അതിനൊരു മറുപടി ഈ പറഞ്ഞ, അതായത് പെണ്ണുങ്ങളും ആണുങ്ങളും ഉണ്ടേ, ഈ പറഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ലൈവ് ഇടുന്നത്. ഞാൻ എൻ്റെ ഫാമിലിയോ എൻ്റെ മകനെയോ എൻ്റെ കഴിഞ്ഞ കാലത്തിനെയോ അല്ലെങ്കിൽ എക്സ് ഹസ്ബൻഡിനെ കുറിച്ചിട്ടോ എനിക്ക് അവരെ വിറ്റ് കാശ് മേടിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയായിരിക്കും വീണ ഇതുവരെ മുഖം കാണിക്കാതെ പല കാര്യങ്ങളും തുറന്നു പറഞ്ഞത്. അതിനും കുറേ പേർ വീണയെ വിമർശിച്ചിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾ മുഖം കാണിക്കുന്നില്ല, നിങ്ങൾ മുഖം കാണിച്ചുകൊണ്ട് പറയൂ, എന്നാലേ ഞങ്ങൾ വിശ്വസിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ മെസ്സേജ് ഇവർക്ക് ചെന്നെന്നും പറയുന്നുണ്ട്. അതിനെല്ലാം ഒരു മറുപടിയായിട്ടാണ് ഇപ്പോൾ മുഖം കാണിച്ചുകൊണ്ട് തന്നെ ഒരു വീഡിയോ പുറത്തുവിട്ടത്. ഇവിടെ വീണ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ മുൻ ഭർത്താവിനെ വിറ്റ് കാശുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. ഈ വീണ പറഞ്ഞ വാചകം ആർക്കുള്ള അടിയാട്ടാണെന്ന് ഏത് കുഞ്ഞിനും മനസ്സിലാവും. ഒരുപക്ഷെ രേഷ്മ എന്ന് പറയുന്ന വ്യക്തിയെ കൂടുതൽ വിമർശിക്കുന്നത് അത് തന്നെയാണ്. സോഷ്യൽ മീഡിയയിലെ പല ആളുകളും കൂടുതലും വിമർശിക്കുന്നത് ഇതിന് തന്നെയാണ്. താങ്കൾ സുധിയെ വിറ്റല്ലേ ജീവിക്കുന്നത് എന്നുള്ള ചോദ്യം രേഷ്മയ്ക്ക് ഇഷ്ടം പോലെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരിക്കലും ഞാൻ അതിനെക്കുറിച്ചൊന്നും കുറ്റം പറയത്തില്ല. അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. എന്ത് ചെയ്യണം, കൊല്ലം സുധിയെക്കുറിച്ച് പറയണോ എന്നുള്ളതെല്ലാം അവരുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ്. കാരണം കൊല്ലം സുധിയുടെ വൈഫ് തന്നെയാണ് രേഷ്മ എന്ന് പറയുന്ന രേണു. എന്തായാലും വീണ പറയുന്ന വാക്യം കൂടെ കേട്ടു നോക്കാം. അവരുടെ ഫെയിമിൽ എനിക്ക് വളരാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. സഹോദരങ്ങളോടായിട്ട് പറയുവാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാൻ ആരാണ് എന്താണ് എന്നൊക്കെ. ഇതൊരു വിവാദമാക്കാനോ അല്ലെങ്കിൽ ഇതൊരു പ്രശ്നത്തിലേക്ക് പോകാനോ ഒന്നുമല്ല. ഈ രേണു സുധിക്ക് എന്നെ നന്നായിട്ടറിയാം. ഞാനോട്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ രേണു സുധിക്ക് അറിയാം. രേണു സുധി അവിടെ കിടന്ന് ബബ്ബ അടിക്കുന്നത് ഞാൻ കണ്ടു മെനഞ്ഞാന്നത്തെ ഇൻ്റർവ്യൂവിൽ. വീണ അറിയില്ല. പക്ഷെ അവൾ എന്നെ കണ്ടിട്ടില്ല. സത്യം തന്നെയാണ്, എന്നെ നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ നിങ്ങളോടൊക്കെ ഒരു കാര്യം ചോദിക്കട്ടെ. ഒരു ഐഡിയിൽ നിന്നൊരു മെസ്സേജ് ചെല്ലുമ്പോൾ, മീൻസ് ഞാനൊരു മെസ്സേജ് ഇതിനകത്തുള്ള എൻ്റെ ഒരു കൂട്ടുകാർക്ക് ഞാൻ അയക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ അവരെ നോക്കുന്നത് അവരുടെ പ്രൊഫൈലാണ് നോക്കുന്നത്. ആ പ്രൊഫൈൽ നോക്കുമ്പോൾ എൻ്റെ ഫോട്ടോസ് എന്തായാലും കാണും. അവൾ പറഞ്ഞു എന്നെ ഇതുവരെ കണ്ടിട്ടില്ല, എൻ്റെ ഫ്രണ്ട് അല്ല എന്നൊക്കെ പറഞ്ഞു. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. ഒരാൾ മെസ്സേജ് അയക്കുമ്പോൾ ആരായാലും അയാളുടെ പ്രൊഫൈൽ നോക്കും. എനിക്ക് മെസ്സേജ് അയച്ചത് ആരാണ്, ഏതാണ് ഈ വ്യക്തി എന്നൊക്കെ നോക്കും. ഒരുപക്ഷെ രേഷ്മയ്ക്ക് ഇത് അറിയാമായിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം രേഷ്മ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്, കൊല്ലം സുധി പറഞ്ഞായിരുന്നു വാവേ ഇതിനി വേണ്ട, ഇതിവിടം കൊണ്ട് നിർത്തിക്കണമെന്ന് കൊല്ലം സുധി പറഞ്ഞതായിട്ട് രേണു തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ തന്നെ വ്യക്തമാണ് ഇവരെ അറിയാതിരിക്കില്ല. ഈ ഐഡൻറ്റിറ്റി ആരാണെന്ന് അവർക്ക് അറിയാമായിരുന്നിരിക്കണം. ഒരുപക്ഷെ അത് മനഃപൂർവ്വം മറച്ചതായിരിക്കാം, ഇല്ലെങ്കിൽ ഓർക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് മറന്നതാണോ എന്നും അറിയില്ല. ഇനി വിവാദങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് തുറന്നു പറഞ്ഞതാണോ എന്നും അറിയില്ല. എന്തായാലും അറിയില്ല എന്ന് പറയുന്നതിനോട് അത്ര വിശ്വാസം തോന്നുന്നില്ല. എൻ്റെ ഫ്രണ്ടല്ല, ഞാനായിട്ട് തന്നെ അവളുടെ അക്കൗണ്ടിൽ കയറിയിട്ട് ഞാൻ തന്നെയാണ് മെസ്സേജ് അയക്കുന്നത്. അതൊക്കെ ഞാൻ സമ്മതിച്ചു. ഞാൻ ഈ കാര്യങ്ങൾ പറയാനല്ലാതെ രേണു സുധിക്കൊരു മെസ്സേജ് പോലും ഞാൻ അയച്ചിട്ടില്ല. അവൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുണുകുണാന്ന് അവൾക്ക് മെസ്സേജ് അയക്കുന്നു എന്നാണ് അവൾ പറഞ്ഞത്. ഞാൻ ഒരു മെസ്സേജ് വെച്ചിട്ടില്ല. പിന്നെ അവളുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടില്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് ചെയ്യാൻ നോക്ക്. നന്നായിട്ട് പൊയ്ക്കൊണ്ടിരുന്നൊരു ഫാമിലി അടിച്ച് തകർത്ത ഒരാളെ നമ്മൾ പിന്നെയും കുണുകുണ അവർക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമോ? ഇവിടെ വീണ പറയുന്നൊരു കാര്യമുണ്ട്. നന്നായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഫാമിലി ആയിരുന്നു, അതിനെ അടിച്ചു പിരിച്ചത് ഈ രേഷ്മ എന്ന് പറയുന്ന വ്യക്തിയാണെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ അതിനകത്ത് എത്രമാത്രം സത്യമുണ്ടെന്ന് അറിയില്ല. രേഷ്മ എന്ന് പറയുന്ന രേണു പറയുന്നത് അങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല, ഇതെല്ലാം കള്ളമാണ്, ഞാൻ സുധിച്ചേട്ടനെ പരിചയപ്പെടുന്നത് തന്നെ ഇവർ പോയതിനു ശേഷമാണ് എന്ന രീതിയിലൊക്കെയാണ് രേഷ്മ പറഞ്ഞു വെക്കുന്നത്.
ഇതിലൊക്കെ എന്ത് സത്യമുണ്ടെന്ന് ഒരു തെളിവുകളും പുറത്തുവിടാത്തതുകൊണ്ട് തന്നെ ഇത് സത്യമാണോ കള്ളമാണോ എന്ന് ഒരിക്കലും പറയാനാവത്തില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ആരുടെ കൂടെ നിൽക്കണമെന്ന് ഓരോരുത്തരുടെയും യുക്തിക്കനുസരിച്ചായിരിക്കും നിൽക്കുന്നത്. എന്തായാലും രണ്ടുപേരും ചാറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. അതുതന്നെയാണ് വീണ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക്. അവരെപ്പോഴും നമ്മുടെ ശത്രു തന്നെയായിരിക്കും. പിന്നെ എനിക്കതുകൊണ്ട് പോയത് കൊണ്ട് എനിക്ക് ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല. കാരണം ആ ലൈഫ് പോയതുകൊണ്ട് ഞാനിപ്പോൾ നന്നായിട്ട് ജീവിക്കുന്നുണ്ട്. നന്നായിട്ട് എൻ്റെ കരിയർ വരെ ഫ്ലോപ്പായി പോയി. അതൊക്കെ എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റി. എനിക്ക് അതിലൊന്നും ഒരു സങ്കടമില്ല. സുധി ഒരു 2 വർഷമായി മരിച്ചു പോയിട്ട്. പക്ഷേ സുധി ഞാൻ എന്നോ കൊല്ലം കോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ സുധി മരിച്ചു പോയി. അപ്പം പിന്നെ എനിക്ക് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. പിന്നെ ഇനി അടുത്തൊരു സംശയം, സുധി ജീവിച്ചിരുന്നപ്പോൾ എവിടെയും പറഞ്ഞിട്ടില്ല എന്നുള്ള അത് അയാളുടെ മാന്യത, മനസ്സിലായ? കാരണം ഞങ്ങൾക്കിടയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ശരിയായിരിക്കാം. സുധി ഒരിക്കൽ പോലും മുൻ ഭാര്യയുടെ പേരോ ഇല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുന്ന തരത്തിലും ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെ കണ്ടത് രണ്ടുപേരും പിരിഞ്ഞു, മാന്യമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പരസ്പരം സുഹൃത്തുക്കളായിട്ട് തന്നെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതെന്നും ഇതിനോടൊപ്പം തന്നെ വീണ വെളിപ്പെടുത്തിയതായിട്ട് ഓർക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ മാന്യത കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും പുതിയൊരു ജീവിതം തുടർന്നു പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ ഇങ്ങനൊരു സാഹചര്യം വീണയ്ക്ക് വരാനിടയായത് രേഷ്മ എന്ന് പറയുന്ന വ്യക്തി പല കാര്യങ്ങളും തുറന്നു പറഞ്ഞതുകൊണ്ടാണ്. അതായത് സുധിയുടെ 2ാമത്തെ ഭാര്യ താനാണ്, മറ്റൊരാളെയും കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ള തുറന്നു പറച്ചിലാണ് വീണ എന്ന് പറയുന്ന മുൻ ഭാര്യയ്ക്ക് തന്നെ അവമാനിച്ചതായിട്ട് തോന്നിയത്. കാരണം അവരാണ് 2ാമത്തെ ഭാര്യ എന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടും ഇവരുടെ സുഹൃത്ത് വലയങ്ങളിൽ തന്നെ അതൊരു ചർച്ചാ വിഷയമായതുകൊണ്ടുമാണ് ഇപ്പോൾ വീണ എന്ന് പറയുന്ന ഈ ആർട്ടിസ്റ്റ് രേഷ്മയ്ക്കേറെ കേസ് കൊടുത്തത്. എന്തായാലും ഇതിനൊരു റിപ്ലൈയുമായിട്ട് രേഷ്മ എന്ന് പറയുന്ന രേണു വന്നിട്ടുണ്ട്. അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇവര് മെസ്സഞ്ചർ ചുമ്മാ മെസ്സേജ് സൂചന എന്നോട് പറഞ്ഞു വാവുട്ടെ അത് നിർത്തിക്കോണം. എന്തിനാ വാവുട്ടെ നിർത്തിക്കോണം? അന്ന് ഞാൻ ബ്ലോക്ക് ചെയ്ത, അന്ന് തന്നെ ഞാൻ ബ്ലോക്ക് ചെയ്താ. എന്ത് ഹായ് കാലം ആരാ എന്താ അന്നേരം ബ്ലോക്ക് ചെയ്ത. പിന്നെ ഞാൻ എന്തിനാണ് മെസ്സേജ് അയക്കുന്നത്? എനിക്ക് എന്ത് പർപ്പസിനാണ് അവരോട് മെസ്സേജ്? ഞാൻ അവരോട് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ എന്തിനാണ് അവരുടെ പുറകെ നടക്കുക? എനിക്ക് എന്റെ ആവശ്യമില്ല ഷെബിനെ. ഈ ഇടയെന്നല്ല, എനിക്കറിയില്ല. പഴയ കാര്യങ്ങളായിരിക്കും പറയുന്നത്. അവരൊരു കേസ് നിങ്ങൾക്കെതിരെ ഫയൽ ചെയ്തിട്ടുള്ളതാണ്. എനിക്കറിയത്തില്ല. കേസ് ഫയൽ നിയമ നടപടി നടക്കട്ടെ. പോലീസിൽ നിന്ന് എനിക്കറിയത്തില്ല, ആരും വിളിച്ചിട്ടില്ല എന്നെ. ഇവിടെ രേണു തന്നെയാണ് പറയുന്നത് സുധിച്ചേട്ടൻ വിലക്കി എന്നുള്ള കാര്യം. ഇവരുമായിട്ട് ചാറ്റ് ചെയ്യുന്നത് വിലക്കി, ഇത് ശരിയല്ല വാവൂട്ട എന്ന് പറയുന്നത്. അപ്പോൾ സുധി എന്തുകൊണ്ട് വിലക്കണം? അവിടെ വെച്ച് സുധി പറഞ്ഞു കാണില്ലേ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നുവെന്ന്? ഇല്ലെങ്കിൽ ഇവർക്ക് മനസ്സിലായി കാണില്ലേ? അവിടെ എന്തോ രേഷ്മ പറയുന്നതിൽ പൊരുത്തക്കേട് നമുക്ക് തോന്നുന്നുണ്ട്. എന്താണെന്നറിയില്ല, ഏത് രീതിയാണെന്നറിയില്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്. അതുപോലെ തന്നെയാണ് രേഷ്മ പറയുന്നത് കേസ് കൊടുത്ത കാര്യം ഞാൻ അറിഞ്ഞില്ല എന്ന്. പക്ഷേ സുധിയുടെ 2ാമത്തെ ഭാര്യയായി വീണ കേസ് കൊടുത്തു എന്നുള്ളതിനുള്ള രേഖകൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ആ FIRന്റെ കോപ്പി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കേസ് കൊടുത്തില്ല എന്ന് പറയാൻ കഴിയില്ല. ഇനി രേഷ്മയെ വിളിപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല. വിളിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വീണ വ്യക്തമാക്കുന്നത്. ഇവിടെയൊക്കെ പൊരുത്തക്കേടുകളാണ്. ഇതൊക്കെ ജനങ്ങൾ എത്രമാത്രം വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഷെബിനെ, നമ്മളൊരു തെറ്റ് ചെയ്താൽ അത് തെറ്റാണെങ്കിൽ നമ്മൾ ഭയക്കും. മാനനഷ്ടത്തിനെതിരെയാണെന്നാണ് എന്റെ ഒരു എന്ത് മാനനഷ്ടം? അതല്ല ഞാൻ അവരുടെ പേര് ഇത്രയും നമ്മൾ സംസാരിച്ചു. ഞാൻ അവരുടെ പേര് ഉച്ചരിച്ചോ? ഇല്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. എനിക്കതിന്റെ ആവശ്യമില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത് അപ്പം ആ സ്ത്രീ ഒരു പോലീസ് കേസ് കൊടുത്തതായിട്ട് ചേച്ചിക്ക് ഇതുവരെ ഒരു പോലീസിൽ നിന്ന് ഒരു അറിയിപ്പ് കിട്ടിയിട്ടില്ല? ഒരു അറിയിപ്പ് കിട്ടിയിട്ടില്ല ഷെബിനെ. ഉണ്ടെങ്കിൽ ഞാൻ പറയും, ഒരു സ്ത്രീ എനിക്കെതിരെ കേസ് അവരന്വേഷിക്കട്ടെ. എന്നെ ജയിലിൽ അടയ്ക്കുന്നെങ്കിൽ അടയ്ക്കട്ടെ. തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നവരെ പിന്നെ എന്തിനാണ് ജയിലിൽ അടയ്ക്കുന്നത്? ഇവിടെ മുൻകൂട്ടി തന്നെ പറയുകയാണ് അന്വേഷിച്ച് ജയിലിൽ അടയ്ക്കട്ടെ എന്ന്. ഈ ജയിലിൽ അടയ്ക്കട്ടെ എന്ന് പറയുമ്പോൾ കുറ്റം ചെയ്തവർ പറഞ്ഞതുപോലെയാണ് തോന്നുന്നത്. ആ രീതിയിലാണ് രേഷ്മ പറഞ്ഞു വെക്കുന്നത്. ഒരുപക്ഷെ പറയേണ്ടത് ഇങ്ങനെയായിരുന്നു, അന്വേഷിക്കട്ടെ, സത്യാവസ്ഥ പുറത്തു വരട്ടെ, അതിനുശേഷം അവർക്ക് വ്യക്തമാവും ഞാൻ പറഞ്ഞത് ശരിയാണെന്ന്. അങ്ങനെയല്ലേ പറയേണ്ടത്? ഇവിടെ അന്വേഷിച്ചിട്ട് ജയിലിൽ അടയ്ക്കട്ടെ എന്ന് പറയുമ്പോൾ അത് തെറ്റായിട്ടുള്ളൊരു മെസ്സേജ് ആയിരിക്കും പോകുന്നത്. ഇതൊക്കെ സൂക്ഷിക്കണ്ടേ രേഷ്മയെ? ആ വ്യക്തി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. 2016 ഈ സ്ത്രീ ഈ വീണ എന്ന് പറയുന്ന ആ ചേച്ചി സുധിച്ചേട്ടനുമായിട്ട് അകലുകയും 2018 നിങ്ങളുടെ വിവാഹം? 2017 നിങ്ങളുടെ വിവാഹം. അതിനു മുമ്പ് തന്നെ രേണു ചേച്ചിയുമായിട്ട് സുധിച്ചേട്ടന്റെ ബന്ധമുണ്ടെന്ന്. സുധിച്ചേട്ടനെ ഞാൻ കാണുന്നത് തന്നെ 2017 ഡിസംബർ മാസത്തിലാണ്. ആ ഒരൊറ്റ മാസം പോലും എടുത്തില്ല ഞങ്ങൾ സംസാരിക്കാനും കാണുന്നത്. എനിക്ക് സുധിച്ചേട്ടന്റെ നമ്പർ പച്ചക്കള്ളം തന്നെയാണ്. ഇത് ഞാൻ പറയുന്നു, ഇത് പച്ചക്കള്ളവല്ല, അതിലപ്പുറം കള്ളമാണ്. അതിനു മുമ്പ് കള്ളമാണ്. ആ സ്ത്രീ പറഞ്ഞ ഇത് കള്ളം. അതായത് ഇവർ രണ്ടുപേരും തമ്മിൽ സെപ്പറേറ്റ് ആയ ശേഷമാണ് നിങ്ങൾ പരിചയപ്പെടുന്നത് അല്ലേ? ഈ ഒരു കാര്യത്തിൽ രേഷ്മ പറയുന്നതാണ് എനിക്ക് ശരിയെന്നാണ് തോന്നുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണോ എന്നറിയില്ല. കാരണം കിച്ചു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് അമ്മയെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്, ഈ അമ്മയെ കല്യാണം കഴിക്കാൻ പറഞ്ഞത് എന്നൊക്കെ കിച്ചു തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു. അതായത് രേഷ്മയെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ അമ്മ എനിക്ക് വേണമെന്ന് കിച്ചു തന്നെയാണ് പറഞ്ഞതെന്നാണ്
ഞാനൊരു ഇന്റർവ്യൂവിൽ കിച്ചു പറഞ്ഞതായിട്ട് കണ്ടത്. അങ്ങനെയുള്ളപ്പോൾ വീണ എവിടെ പോയി എന്നുള്ളത് ചോദ്യമാണ്. സുധിച്ചേട്ടൻ ഞാൻ വന്നപ്പോൾ കിച്ചു ഉണ്ടല്ലോ, കിച്ചുവിന് 12-11 വയസ്സുള്ള കുട്ടിയല്ലേ, അവന് സുധിച്ചേട്ടൻ ഒറ്റയ്ക്കുള്ളപ്പോഴല്ലേ ഞാൻ, അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഒരു ഭാര്യയുള്ള ഒരാളെ ഞാൻ എന്തിനു ഞാനിപ്പോഴും കല്യാണം വീണ്ടും കഴിക്കണം? വീണ്ടും ഈ പ്രേക്ഷകർ ചിലപ്പോൾ ഒരു ചോദ്യം വരാം. ഷെബിനെ, ഭാര്യയുള്ള ഒരാളെ ഞാൻ എന്തിനു കല്യാണം കഴിക്കണം? ഭാര്യ ഇല്ലാത്തതുകൊണ്ടല്ലേ എന്നെ കല്യാണം 100%. അത് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ അവർ പറഞ്ഞ അലിഗേഷൻസിന് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടി ഇത്രയും നേരമായിട്ട് രണ്ടുപേരും ഞാൻ പറഞ്ഞിട്ടില്ല. ആ സ്ത്രീയോട് പെർമിഷൻ മേടിച്ചിട്ട് തന്നെയാണ് പേര് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആവശ്യമില്ല. സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരാം പ്രേക്ഷകർ, എന്തിനാണ് ഇവരുടെ ലൈഫിലേക്ക് ഇങ്ങനെ ചകഞ്ഞ് ഞാൻ ചോദിക്കുന്നത്. പക്ഷെ അത് ചേച്ചി തന്നെ മനസ്സിലാക്കണം. ചേച്ചിക്ക് കൃത്യമായിട്ട് ക്ലാരിറ്റിയോട് കൂടി ഉത്തരം പറയാനുള്ള ഒരു അവസരമായിട്ട് തന്നെയാണ് ചേച്ചിക്ക് അറിയാമല്ലോ. ചേച്ചിയോട് ഞാൻ ഓൾറെഡി ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും ഇതിൽ കിച്ചുവും ഒരു പാർട്ടാണ്. കിച്ചു ഒരിക്കൽ പോലും റിപ്ലൈ കൊടുത്തിട്ടില്ല. കിച്ചു ആ വിഷയങ്ങളിലേക്കൊന്നും വരുന്നില്ല. എൻ്റെ അച്ഛനെ എനിക്കറിയാം, പുതിയ വിവാദങ്ങൾ ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് തന്നെയാണ് കിച്ചു പറഞ്ഞിരിക്കുന്നത്. കിച്ചു അങ്ങനെ തന്നെയാണ് നിലപാടുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഒരുപക്ഷെ പേഴ്സണൽ കാര്യമായിരിക്കാം, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പറയാം. ആരും ഫോഴ്സ് ചെയ്ത് പറയിപ്പിക്കേണ്ട ആവശ്യമില്ല. തെളിവുകൾ നിരത്തേണ്ടത് കോടതിയിലാണ്, സോഷ്യൽ മീഡിയയിലല്ല. കേസ് നടക്കട്ടെ, കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ, ബൈ, സീ യു.